ഹായ് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ വൈവാഹിക ജീവിതത്തിലുണ്ടായ ഒരു വലിയ ദുരന്ത കഥ ഞാനുമായി ഷെയർ ചെയ്യുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം സംസാരത്തിനിടയ്ക്ക് എന്നോട് സൂചിപ്പിച്ചിരുന്നു, താങ്കൾക്ക് കഴിയുമെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന്. ആ ചെറുപ്പക്കാരൻ ഞാനുമായി പങ്കുവച്ച സബ്ജക്റ്റ് ഒരുപക്ഷെ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ള കാര്യമായിരിക്കും. നമ്മുടെ ഇന്ന് കൊച്ചു കേരളത്തിൽ വിവാഹം എത്ര എണ്ണം നടക്കുന്നുവോ അതുപോലെ തന്നെ വിവാഹമോചനങ്ങളും വർദ്ധിച്ചു വരികയാണ്. യഥാർത്ഥത്തിൽ വിവാഹമോചനം എന്നുള്ളത് ഒരു സൊല്യൂഷനാണ് എങ്കിലും ആ വിവാഹമോചനത്തിന് മുന്നോടിയായുള്ള ഒരുപാട് സംഗതികൾ തീർത്തും മനുഷ്യത്വ വിരുദ്ധവും അക്രമം എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരവസ്ഥയും പലപ്പോഴും കാണുന്നുണ്ട്. ഞാനുമായി സംസാരിച്ച ആ വ്യക്തി മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണ്. അദ്ദേഹം വിവാഹം കഴിച്ചു, നല്ല രൂപത്തിൽ ഭാര്യയും ഒന്നിച്ച് ജീവിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും എല്ലാവരും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. ഏതാനും മാസങ്ങൾക്ക് ശേഷം ചില പ്രശ്നങ്ങൾ ആ വീട്ടിലുണ്ടാവുകയും ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് സെപ്പറേറ്റ് വീട് വാടകയ്ക്കെടുത്ത് താമസിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് അവർ പരസ്പരം ജീവിതത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് അവരിലേക്ക് കൊടുത്ത് അതിനെ യോജിപ്പിച്ച് നല്ല രൂപത്തിൽ ഒരല്പം ക്ഷമയും വിട്ടുവീഴ്ചയൊക്കെ കാണിക്കുകയാണെങ്കിൽ അതൊന്നിച്ച് പോകും എന്നുള്ളൊരവസ്ഥയൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം രണ്ടിനെയും രണ്ട് ഭാഗത്താക്കി എമൗണ്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന, സമ്പത്ത് പിടിച്ചടക്കപ്പെടുന്ന പല അവസ്ഥകളും പല മഹല്ലുകളിലും എനിക്ക് വ്യക്തിപരമായി ഇടപെട്ടപ്പോൾ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മൾ മഹല്ല് കമ്മിറ്റിക്കാരോട് മാത്രമായിക്കൊണ്ട് ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാമെന്നും കരുതുന്നു. എന്തുകൊണ്ടാണ് ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്ന് ചോദിച്ചാൽ, ഇത് അത്രയും കോംപ്ലിക്കേഷൻ നിറഞ്ഞ ഒരു സബ്ജക്റ്റാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇത്തരത്തിൽ ഈ പറഞ്ഞ സഹോദരൻ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അവിടെയുള്ള ഇഷ്യൂസ് കാരണം സെപ്പറേറ്റ് വാടകയ്ക്ക് താമസിക്കൽ തുടങ്ങി. ഭാര്യ ഗർഭിണിയായി, പ്രസവം നടന്നു, കുഞ്ഞായി. ഒരുപാട് സന്തോഷത്തോടു കൂടി കുഞ്ഞായതിനു ശേഷം അവർ ജീവിച്ചു വരികയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കേസിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മാതാപിതാക്കൾക്ക് ആ മകള് കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ഒരു വല്ലാത്ത മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ മകൾ അടുത്ത് അത്രയും കാലം 10, 18, 19, 20 കൊല്ലക്കാലം അവരുടെ കൂടെ ജീവിച്ച ആ മകള് ഇന്ന് ഒരു പുരുഷനെ കിട്ടിയപ്പോൾ ആ പുരുഷൻ്റെ കൂടെ ഹാപ്പിയായി ജീവിക്കുന്നു, മാതാപിതാക്കളുമായി അകലുന്നു എന്ന് തോന്നുന്ന ഒരവസ്ഥ അവർക്ക് ഉണ്ടാവുകയും അവർ അതിൽ മനം നൊന്ത് അവർക്ക് എങ്ങനെയെങ്കിലും മകളെ കൂടുതൽ സമയം അവരുടെ അടുത്ത് ഇരുത്താൻ എന്താ വഴി എന്നുള്ളത് ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച് അങ്ങനെ ഈ പെൺകുട്ടിയെ നിരന്തരമായി ഓരോരോ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് അസ്വസ്ഥയാക്കി. ചുരുക്കി പറഞ്ഞാൽ ഈ ഭാര്യയും അഥവാ ഈ പെൺകുട്ടിയും ഈ ഹസ്ബൻഡും തമ്മിൽ നിരന്തരമായിട്ട് ഈ കുടുംബങ്ങൾക്ക് വേണ്ടി അവർ തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുണ്ട്. എല്ലാ ഹസ്ബൻഡ് ആൻഡ് വൈഫും തമ്മിൽ സ്നേഹമുള്ളിടത്താണല്ലോ പിണക്കങ്ങൾ ഉണ്ടാവുക. ആ പിണക്കങ്ങൾ ഉണ്ടെങ്കിലാണ് ആ സ്നേഹം ഒറിജിനൽ സ്നേഹവും ആകുന്നത്. അതും മറ്റൊരു വിഷയമാണ്, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പറഞ്ഞു വന്നത്, ഇത്രയും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിനിടക്ക് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെയാണ് എന്നുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. ഇതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട്. ഇതേ സ്വഭാവം കാണിച്ച ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ കുറിച്ചുള്ള സംഭവങ്ങളുമുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ ഒരു ഏകപക്ഷീയമായിട്ട് പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് മാത്രം അല്ലെങ്കിൽ ആൺകുട്ടികളുടെ വീട്ടുകാർക്ക് മാത്രം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാം. കുടുംബങ്ങൾ ഉള്ളിടത്തൊക്കെ ഇത് നടക്കും. ഇനി ഒരു കുടുംബവും ഒരു ബന്ധവും ഇല്ലാതെ പ്രണയിച്ച് വിവാഹം കഴിച്ച് നാട് വിട്ട് വേറെവിടെയെങ്കിലും താമസിക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടാവും, അയൽവാസികളുടെ പ്രശ്നം ഉണ്ടാവും, എങ്ങനെയെങ്കിലൊക്കെ പലതരത്തിലുള്ള ഇഷ്യൂസുകൾ ഉണ്ടാവും. പ്രശ്നങ്ങളില്ലാതെ ജീവിതം ഇല്ലല്ലോ. പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോയി ഒരു പോരാളിയെ പോലെ ജീവിതം നയിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ ജീവിച്ചു എന്ന് പറയാനാകുക.
ഇവിടെ ഈ ഒരു ഇഷ്യൂവിൽ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ നിരന്തരമായി ആ പെൺകുട്ടിയെ ഓരോരോ കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങളിൽ പോലും അവർ ഫോണിലൂടെ വിളിച്ച് അന്വേഷിച്ച് അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞ് നിസ്സാര കാര്യങ്ങളിൽ പോലും ഇടപെട്ട് അവസാനം ഈ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നഷ്ടപ്പെട്ടു പോവുകയും അവർ പരസ്പരം ഈ ഒരു ഇഷ്യൂ കാരണം വാപ്പ പറയുന്നു, ഉമ്മ പറയുന്നു, വാപ്പ ഇന്ന് രാവിലെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഉമ്മ ഇന്ന് വൈകുന്നേരം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇത് നിരന്തരമായി ജോലി കഴിഞ്ഞ് വരുന്ന ഹസ്ബൻഡിനോട് ഈ വൈഫ് പറഞ്ഞിട്ട് നിരന്തരമായി അവർക്കിടയിൽ സംഘർഷങ്ങൾ ഉണ്ടാകുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചുരുക്കി പറഞ്ഞാൽ അടിപിടിയിൽ കലാശിച്ച് പല കാരണങ്ങൾ കൊണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്ന അവസ്ഥയും ഉണ്ടായി. പിന്നീട് അങ്ങോട്ട് നടന്നതെല്ലാം ഒരു മറിമായം പോലെ, ഒരു സിനിമാ കഥ പോലെ അദ്ദേഹം എന്നോട് സംസാരിക്കുമ്പോൾ അവതരിപ്പിക്കുകയുണ്ടായി. ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് പിന്നീട് ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായത്. ഈ പെൺകുട്ടിയെയും അതിൽ ജനിച്ച കുഞ്ഞിനെയും കിട്ടിയ ആ മാതാപിതാക്കൾ, ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ആ പെൺകുട്ടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം, ആ പെൺകുട്ടി എന്താവശ്യപ്പെട്ടാലും ചെയ്തു കൊടുക്കുന്ന അവസ്ഥയും ആ കുഞ്ഞിനെ വളരെ സ്നേഹത്തോടു കൂടി നോക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ, അത് കൃത്രിമമായി അവർ മനഃപൂർവ്വം തന്നെ ഇല്ലാത്ത സ്നേഹം അഭിനയിച്ച് ഒക്കെ ഈ പെൺകുട്ടിയെ മാനസികമായിട്ട് അവിടെ തൃപ്തിപ്പെടുത്തുന്ന ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്തത്. ശേഷം ഈ പെൺകുട്ടി സ്വാഭാവികമായിട്ടും എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അത്രയേറെ സ്നേഹിച്ച ഹസ്ബൻഡിനോട് വിട്ടു നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിരഹം ഫീൽ ചെയ്യുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് അവർക്ക് കുഞ്ഞുകൂടി ഉണ്ടാകുമ്പോൾ അച്ഛനും അമ്മയും ഒരുമിച്ചുള്ള ആ കുഞ്ഞിനെ താലോലിക്കലും കുഞ്ഞുമായുള്ള ആ ഒരു കെട്ടിപ്പിണഞ്ഞ അവസ്ഥകളും ഒക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇല്ലാതാകുമ്പോൾ ആ ഹസ്ബൻഡും വൈഫും ആ കുട്ടിയും അനുഭവിക്കുന്നത് ചെറുതൊന്നുമല്ല. പക്ഷേ ഈ മാതാപിതാക്കൾക്ക് അതൊന്നും ചിന്തിക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണോ, ഇനി മനഃപൂർവ്വം പകയും വൈരാഗ്യവും ദേഷ്യവും ഒക്കെ വെക്കുന്നത് കൊണ്ടാണോ എന്തോ എന്നറിയില്ല, ആ പെൺകുട്ടി അവിടെ പിടിച്ചു നിർത്തി. പല പല കാരണങ്ങൾ പറഞ്ഞു. ഈ ഹസ്ബൻഡിന് ഒരു നിമിഷം പോലും ആ പെൺകുട്ടിയെയും ആ കുഞ്ഞിനെയും പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം ഈ പെൺകുട്ടിയുടെ മഹല്ലുകാരെടുത്തും അതുപോലെ അദ്ദേഹത്തിൻ്റെ മഹല്ലുകാരെടുത്തുമൊക്കെ പരാതികളുമായിട്ട് ചെന്നു. അങ്ങനെ പല ആളുകളും ആ വിഷയത്തിൽ ഇടപെട്ടു. മഹല്ല് കമ്മിറ്റിക്കാരിടപെട്ടു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് നീതി ലഭിച്ചില്ല. ആ പെൺകുട്ടിക്കും നീതി ലഭിച്ചില്ല എന്നതോടൊപ്പം അതിനേക്കാൾ ഉപരി ആ കുഞ്ഞ് അനാഥയെപ്പോലെ വളരുന്നൊരവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. യഥാർത്ഥത്തിൽ എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ച് ഓരോ നിമിഷവും ആ മധുവിധു കാലയളവിൽ ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എത്ര സ്നേഹത്തോടു കൂടി ഓരോ നിമിഷവും എൻജോയ് ചെയ്തിട്ടുണ്ടാകും, എത്ര മിസ്സിങ് ഫീൽ ചെയ്തിട്ടുണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് ജോലിക്കൊക്കെ പോയി തിരിച്ച് വൈകുന്നേരം വരെ കാണാതിരിക്കുമ്പോൾ ആ ഹസ്ബൻഡും വൈഫും എത്ര തവണ ഫോണിൽ വിളിച്ചിട്ടുണ്ടാകും, എത്ര ദിനരാത്രങ്ങൾ എവിടെയൊക്കെ സ്ഥലങ്ങളിൽ ടൂറ് പോയി, അതുപോലെ തന്നെ എത്ര എൻജോയ്മെൻറ്റുകളിൽ ഏർപ്പെട്ടു. എന്തൊക്കെ നല്ല ഓർമ്മകൾ അവരുടെ ആ ഒരു 4-5 വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് അവർക്കുണ്ടായിട്ടുണ്ടാകും. കുഞ്ഞ് ജനിച്ച് ഏതാനും വർഷങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുണ്ട്. 2 വയസ്സോ എന്തോ ആണ് ആ കുഞ്ഞിൻ്റെ പ്രായം പറഞ്ഞത്. ആ ഒരു പ്രായത്തിനിടക്കാണ് ഈ ഒരു മിസ്സിങ് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ രണ്ടുപേരും അനുഭവിക്കുന്ന വിരഹത്തിനേക്കാൾ എനിക്ക് എൻ്റെ കണ്ണുകൾ നനഞ്ഞു പോയത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോഴാണ്. അദ്ദേഹത്തിന് ആ കുഞ്ഞിനെ കാണാതെ ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർത്ത് കരയുകയായിരുന്നു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ബസ്സിൽ കയറുമ്പോൾ, ഞാൻ പള്ളിയിൽ പോകുമ്പോൾ എവിടെന്നെങ്കിലും പുറത്തേക്ക് ഇറങ്ങാനേ എനിക്ക് തോന്നുന്നില്ല. പുറത്തിറങ്ങുമ്പോൾ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഓർമ്മ വരികയും ഇതെൻ്റെ കുഞ്ഞാണെന്ന് പോലും തോന്നിപ്പോകുന്ന ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നു. എന്നിട്ട് ഒരിക്കൽ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് അദ്ദേഹം ഒരു ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ സീറ്റിൽ ഒരു ചേച്ചിയും ഒരു ചെറിയ കുട്ടിയും ചേട്ടനും വന്നിരുന്നു. ആ കുഞ്ഞിനെ ഒരുപാട് നേരം കളിപ്പിച്ചു. എന്നിട്ട് ആ ചേച്ചിയോട് ഒരു റിക്വസ്റ്റ് നടത്തി, ഞാൻ ഈ കുഞ്ഞിനെ ഒന്ന് ചുംബിച്ചോട്ടെ എന്ന്. പക്ഷെ അതൊരു പെൺകുട്ടിയായിരുന്നു. ആ ചേച്ചിക്കോ ആണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയൊക്കെ കണ്ടപ്പോൾ അതിന് സമ്മതിക്കാൻ തോന്നിയില്ല. അത് വേണ്ട എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമം കാരണം അദ്ദേഹത്തിൻ്റെ കോലവും രൂപവും ഒക്കെ ആ ഒരു അവസ്ഥയിലായിട്ടുണ്ടാവും. ആ ചേച്ചിയെയും കുറ്റം പറയാൻ പറ്റില്ല. കാണുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതുതരം ആളുകളാണെന്നൊന്നും അറിയാത്തൊരവസ്ഥയുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഉമ്മ വെക്കാൻ സമ്മതിച്ചില്ല.
പക്ഷെ അത് ഇദ്ദേഹത്തിന് ഒരുപാട് വലിയൊരു പ്രഹരമാണ് അദ്ദേഹത്തിന് അതുകൊണ്ടുണ്ടായത്. പള്ളിയിൽ ചെന്നാലും ബസ് സ്റ്റാൻഡിലും ബസ്സിൽ കയറിയാലും ട്രെയിനിൽ കയറിയാലും ഒക്കെ ഇതേ അവസ്ഥകൾ ഏതാനും മാസങ്ങളായി അദ്ദേഹം നിരന്തരമായി അനുഭവിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മാനസിക നില തെറ്റുന്ന ഒരു സ്റ്റേജിലാണ് അദ്ദേഹം എന്നോട് ഈ വിഷയം സംസാരിക്കുന്നത്. അദ്ദേഹം പിരിയാൻ നേരത്തെ എന്നോട് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി അദ്ദേഹത്തെ ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ജീവിതം എന്താണെന്നും മനുഷ്യൻ എന്താണെന്നും ഈ ഇടയിൽ കയറി വരുന്ന ബന്ധങ്ങളൊക്കെ വഴിയാത്രകരെ പോലെ നമ്മൾ മിന്നിമറിയുന്ന പല സംഭവങ്ങൾ അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ മാനസികമായിട്ട് ഒന്ന് സ്ട്രോങ് ആക്കി, എന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഒന്ന് സ്ട്രോങ് ആക്കി അദ്ദേഹത്തെ യാത്രയാക്കി. ആ യാത്രയാകുന്നതിൻ്റെ തൊട്ട് മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇന്ന് നമ്മൾ നേരിൽ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. കാരണം അത്രയും താങ്ങാനാകാത്ത വിഷമമാണ് അദ്ദേഹത്തിനുള്ളത്. ആ വിഷമം ഇരട്ടിക്കാനുള്ളൊരു കാരണം ഇവരുടെ തറവാട്ട് വീട്ടിൽ നിന്ന് ഈ ഭാര്യയുമായുള്ള ഇഷ്യൂസ് കാരണം സെപ്പറേറ്റ് വാടകയ്ക്ക് താമസിക്കുന്നൊരവസ്ഥയുണ്ടായി. ആ അവസ്ഥ ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബവും ഇദ്ദേഹത്തിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു. അതങ്ങനെ ഒരു വലിയ ഡിസ്റ്റൻസായി മാറുന്നൊരവസ്ഥയും ഉണ്ടായി. സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരം ഇഷ്യൂകളിൽ ഇടപെടുമ്പോൾ മിക്കവാറും ഇഷ്യൂസുകളും ഇങ്ങനെ തന്നെയാണ്. ഇതെന്തോ ഒരു തനിയാവർത്തനം പോലെ എല്ലാ വിഷയങ്ങളിലും ഇത്തരം സെയിം കാര്യങ്ങൾ തന്നെ ഉണ്ടാകുന്നൊരവസ്ഥയാണ്. ഞാൻ ഇത്രയും പറഞ്ഞത്, അദ്ദേഹം ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ പറഞ്ഞ രൂപത്തിലൊക്കെ മോട്ടിവേഷൻ ചെയ്ത് അദ്ദേഹം ഹാപ്പി ആയിട്ട് പോയി. അദ്ദേഹം പിരിഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി എനിക്ക് മെസ്സേജുകളൊക്കെ അയച്ചു. ഇപ്പോഴും അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇഷ്യൂ, അദ്ദേഹം ഇപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ, ഇതാരാണ് പ്രിയപ്പെട്ടവരെ സോൾവ് ചെയ്യേണ്ടത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ വിവാഹം കഴിപ്പിച്ച NOC കൊടുത്ത നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത അദ്ദേഹത്തിൻ്റെ മഹല്ലുകാർക്കും അത് സ്വീകരിച്ച ആ പെൺകുട്ടിയുടെ മഹല്ലുകാർക്കും വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് അവരെ പറഞ്ഞയച്ചതോടുകൂടി എല്ലാ ഡ്യൂട്ടിയും അവരുടേത് കഴിഞ്ഞോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരം ഇഷ്യൂസുകൾ ഉണ്ടായാൽ പരസ്പരം രണ്ട് ആളുകളെയും വിളിച്ച് സംസാരിച്ച് അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം മഹല്ല് കമ്മിറ്റിക്കല്ലേ? പിന്നീട് അങ്ങോട്ട് നടന്നത് ഈ പെൺവീട്ടുകാർ മഹല്ലുകാരും ആര് പറയുന്നതും കേൾക്കാതെ അവരോട് അവരുടെ കുടുംബ സുഹൃത്തായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് പറഞ്ഞു പോലും ഇത് കേസിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും, ആ എമൗണ്ട് വാങ്ങിച്ചിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങളുടെ മകൾ ചെറിയ പ്രായമാണ്, അവൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ജോലിയോ കാര്യങ്ങൾക്കൊക്കെ പോകാം, കുട്ടിയെ നല്ല രൂപത്തിൽ വളർത്താം, അതിസുന്ദരമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. എന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വിവാഹം കഴിക്കാം. എന്തിനാണ് ഇങ്ങനെ അകന്ന് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ വിഷമങ്ങൾ അനുഭവിച്ച് ഇങ്ങനെ ജീവിതം കളയുന്നത് എന്തിനാണ് എന്നൊക്കെ നിരന്തരമായി പറഞ്ഞ് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ആ ഒരു സമ്മർദ്ദം കാരണം ആ പെൺകുട്ടിയുടെ കുടുംബം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഈ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇതൊന്ന് പരിഹരിച്ച് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ഇനി കയറിയിറങ്ങാത്ത സ്ഥലങ്ങളില്ല. അവസാനം ഒരു ഗതിയും ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന ഒരു അവസരത്തിലാണ് അദ്ദേഹം ഞാനുമായി ബന്ധപ്പെടുന്നതും ഈ കാര്യങ്ങളൊക്കെയും സംസാരിക്കുന്നതൊക്കെ. അവസാനം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സമയത്താണ് ഇടിവെട്ടിയോൻ്റെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് പോസ്റ്റ്മാൻ സമൻസും കൊണ്ടുവരുന്നത്. ആ സമൻസ് വായിച്ചു, അതിൽ എഴുതിയ കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് ആ അഡ്വക്കേറ്റ് അതിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എനിക്കെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, ഇത്തരം സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന കപ്പിൾസിനോട് എനിക്ക് വളരെ വിനയത്തോടു കൂടി വളരെ ഗൗരവത്തോടും കൂടി പറയാനുള്ളത്, ഈ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ പരസ്പര വിശ്വാസത്തോടു കൂടെ ദൈവവിശ്വാസികളാണെങ്കിൽ, ഈ കേസിൽ ഇപ്പോൾ അവർ ദൈവവിശ്വാസികളാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, ദൈവവിശ്വാസികളാണെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവത്തെ സാക്ഷിയാക്കി അള്ളാഹുവിനെ സാക്ഷിയാക്കി നമ്മൾ ഏർപ്പെടുന്ന ഒരു കരാറാണ് ഈ വിവാഹം. ഈ വിവാഹം എന്ന് പറയുന്നത് വെറും സെക്ഷൽ ലൈഫല്ല, ഒരു പുതിയ തലമുറയുടെ സൃഷ്ടിപ്പിന് ആധാരമാകുന്ന, അതിന് തുടക്കം കുറിക്കുന്ന, അതുപോലെ തന്നെ പ്രകൃതിപരമായി ഓരോ ആണിനും പെണ്ണിനുമുള്ള ഭക്ഷണത്തെ പോലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ലൈംഗികത എൻജോയ് ചെയ്യപ്പെടുന്ന, പങ്കുവെക്കപ്പെടുന്ന ഒരു മഹത്തായ ഒരു പുണ്യം നിറഞ്ഞ ഒരു സംഭവമാണ് ഈ ഫാമിലി ലൈഫ് എന്നൊക്കെ പറയുന്നത്. അത് ലീഗലി മാരീഡ് ആയവരായാലും അതുപോലെ മഹല്ല് മുഖാന്തരം മാരീഡ് ആയവർ അല്ലെങ്കിൽ ലിവിങ് ടുഗദറുകാരാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു ജോഡിയായി ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ജീവിക്കുന്ന ആളുകൾ
തീർച്ചയായും തിരിച്ചറിയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ദൈവികമായ ഒരു കർമ്മത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിട്ടുള്ളത് വിശ്വാസികളാണെങ്കിൽ. അല്ലാത്തവരാണെങ്കിലും ഏറ്റവും വലിയ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അത് രണ്ടാൾക്കും ഒരേപോലെ ഉത്തരവാദിത്തമുണ്ട്. ഹസ്ബൻഡിന് മാത്രം ഉത്തരവാദിത്തം, വൈഫിന് മാത്രം ഉത്തരവാദിത്തം അങ്ങനെയില്ല. തുല്യ ഉത്തരവാദിത്തമാണ്. ഒരാൾ ചെയ്യുന്നത് മറ്റാൾ ചെയ്യുന്നുണ്ടാകില്ല, മറ്റാൾ ചെയ്യുന്നത് ഇയാൾ ചെയ്യുന്നുണ്ടാകില്ല. 10 മാസം ഗർഭം ചുമന്ന് അതിൻ്റെ വേദന അനുഭവിച്ച് പ്രസവിച്ച് പാലൂട്ടി അതിൻ്റെ ഓരോ വളർച്ചയിലും ആ പെൺകുട്ടി അനുഭവിച്ച് തീർക്കുന്ന, ആ പെൺകുട്ടി ചെയ്തു തീർക്കുന്ന ഒരു വലിയ മഹത്തായ ഉത്തരവാദിത്തമുണ്ട്. അതൊന്നും നമുക്ക് പണം കൊണ്ട് നമുക്ക് അളക്കാൻ കഴിയുന്ന സംഗതിയല്ല. അതേപോലെ തന്നെ അതിന് എല്ലാ സാഹചര്യവും ഭൗതികപരമായിട്ട് ഉള്ള സാഹചര്യങ്ങളും അല്ലാത്ത സാഹചര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു കൊടുക്കുന്ന ആ ഹസ്ബൻഡ് ചെയ്യുന്ന പ്രവൃത്തിക്കും നമുക്ക് ഒരു എമൗണ്ട് നിശ്ചയിച്ചിട്ട് അതിന് തുല്യതപ്പെടുത്താൻ കഴിയില്ല. അതൊക്കെ പണത്തിൻ്റെയും പ്രശസ്തിയുടെയൊക്കെ അപ്പുറത്ത് വ്യക്തിപരമായി മാനുഷികമായി നമുക്ക് വിലമതിക്കാനാകാത്ത, ഒരു ഭാഷയിലും നമുക്ക് വിവരിക്കാൻ കഴിയാത്ത അത്രയും വലിയ പുണ്യകർമ്മങ്ങളാണ്. അതെല്ലാം അറിഞ്ഞിട്ടും ഇത്തരത്തിൽ കള്ളക്കേസുകൾ കൊടുത്തിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇവിടുന്ന് ആൺകുട്ടി അങ്ങോട്ട് കൊടുക്കുന്ന കേസുകളുമുണ്ട്, പെൺകുട്ടി ഇങ്ങോട്ട് കൊടുക്കുന്ന കേസുകളുമുണ്ട്. രണ്ടാണെങ്കിലും ഈ കള്ളത്തരം പറഞ്ഞിട്ട് അഡ്വക്കറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടിയിൽ സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു നിമിഷം പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണ്. ഈ കളവ് പറഞ്ഞിട്ട് എനിക്ക് ഒരു 50 പൈസ അദ്ദേഹത്തിൻ്റേത് നേടണ്ട. അങ്ങനെ നേടിയാൽ മുകളിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടെന്നും ആ ആൾ ഇതിന് നീതി നടപ്പിലാക്കുമ്പോൾ ഞാനാകെ എൻ്റെ ജീവിതം മുഴുവൻ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകുമെന്നൊക്കെ ഇത്തരത്തിൽ കള്ള സത്യം ചെയ്തുകൊണ്ട് സൈൻ ചെയ്യുമ്പോൾ ചിന്തിക്കണ്ടേ? ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എത്ര സ്നേഹത്തോടു കൂടി, എത്ര പ്രതീക്ഷയോടു കൂടിയാണ് നിങ്ങൾ രണ്ടാളും ജീവിതത്തിലേക്ക് കടന്നത്. അതിലേറെ പ്രതീക്ഷ നൽകിക്കൊണ്ട് നിങ്ങളുടെ കയ്യിൽ, അറബിയിൽ അമാനത്ത് എന്ന് പറയും, നിങ്ങളെ കയ്യിൽ സൂക്ഷിപ്പ് മുതലായി ദൈവം തമ്പുരാൻ നിങ്ങൾക്കൊരു പിഞ്ചോമന കുഞ്ഞിനെ നൽകിയിട്ട് ആ കുഞ്ഞിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ രണ്ടാളും ചിന്തിച്ചോ? ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് സംസാരിക്കാൻ നിങ്ങൾക്ക് നാവുണ്ട്, നിങ്ങൾക്ക് ഭാഷകളറിയും, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്. ആ പിഞ്ച് പൈതലിന് വേണ്ടി സംസാരിക്കാൻ ആരാണുള്ളത്? ആ പിഞ്ച് പൈതലിന് നിങ്ങൾക്കുള്ള കഴിവിൻ്റെ 10-1 ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും മര്യാദക്ക് ജീവിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആ കുഞ്ഞനുഭവിക്കുന്ന അനാഥത്വത്തിൻ്റെ ആ ഒരു നൊമ്പരങ്ങൾ, ആ കുഞ്ഞ് മൗനമായി തേങ്ങുന്നത് ഈ പ്രകൃതി കാണുന്നുണ്ട് എന്ന ബോധം നിങ്ങൾ രണ്ടാൾക്കുണ്ടാകുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് കോടതി കയറിയിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്നോ വൈഫിൻ്റെ അടുത്തുനിന്നോ ഒക്കെ ക്യാഷൊക്കെ ചിലപ്പോൾ കോടതി വിധിച്ചിട്ട് വാങ്ങാൻ പറ്റും. പക്ഷേ അതുകൊണ്ടൊന്നും പരിഹരിക്കാൻ കഴിയാത്ത കാശോ പണമോ പത്രാസോ പദവിയോ നമ്മുടെ ഹാൻഡോ ഒന്നും നമുക്ക് ഉപകാരം ചെയ്യാത്ത തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഒരുപക്ഷെ ഈ പ്രകൃതി നമുക്ക് നൽകും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ വാവിട്ട് കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട കപ്പിൾസിനോട് പറയാനുള്ളത്, സത്യസന്ധമായിരിക്കുക. ഏത് കാര്യങ്ങളിലും, വൈവാഹിക ജീവിതത്തിലായാലും ദാമ്പത്യ ജീവിതത്തിലായാലും ഏത് മേഖലകളിലാണെങ്കിലും, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ഏത് കാര്യങ്ങളിലാണെങ്കിലും സത്യസന്ധമായി ഇടപെടുക. സത്യം പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ? നഷ്ടപ്പെട്ടോട്ടെ. ആ നഷ്ടം നിങ്ങൾക്ക് അനുഗ്രഹമായി വരുന്നൊരു ദിനം നിങ്ങൾക്ക് വരാനുണ്ട്. നീതിയോടൊപ്പം നിൽക്കുക. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ തമ്മിലുണ്ടായ സ്നേഹബന്ധത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ. അങ്ങോട്ടും ഇങ്ങോട്ടും പകയും വിദ്വേഷവും വൈരാഗ്യവും വീട്ടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തമ്മിലുണ്ടായ ആ സ്നേഹബന്ധം ഉണ്ടല്ലോ, ആ ബന്ധത്തെക്കുറിച്ച്, ആ നല്ല നാളുകളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കൂ. ഒരല്പം വിട്ടുവീഴ്ച. അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യുന്നില്ലേ?
പെൺകുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിട്ടുവീഴ്ചയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥ നിങ്ങൾ ചെയ്ത് മാതൃക കാണിച്ചു കൊടുക്കുക. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. ആ സമയത്ത് വിട്ടുവീഴ്ച ചെയ്ത് പരമാവധി ക്ഷമിച്ച് ആ ബന്ധം നന്നാക്കാനുള്ള സകല ശ്രമങ്ങളും നടത്തി അവസാനം അത് ഡിവോഴ്സിലെത്തി പിരിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടായാൽ പോലും നിങ്ങൾ സത്യസന്ധതയിൽ നിന്ന്, നീതിയിൽ നിന്ന്, ധാർമ്മിക ബോധത്തിൽ നിന്ന് ഒരു പടി താഴോട്ട് വരാതെ നിങ്ങൾ പിടിച്ചു നിൽക്കണം. അതെന്തിനു വേണ്ടിയാണെന്നറിയോ? നിങ്ങളുടെ ജീവിതം ആ ഒരു ഡിവോഴ്സ് കൊണ്ട് അവസാനിക്കുന്നില്ല. ആ ഡിവോഴ്സ് കഴിഞ്ഞ് രണ്ടും സ്വതന്ത്രമായി ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിൻ്റെ അടുത്ത് നിന്ന് സമ്പത്തോ പണമോ എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിലും, അങ്ങനെ ഭർത്താവിന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും, ഇനി അതല്ല ഭാര്യയുടേത് ഇദ്ദേഹം വല്ലതും കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിട്ടുവീഴ്ച ചെയ്തതിൻ്റെ പേരിൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മുടെ ജീവിതം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ സഹോദരൻ്റെ ഭാര്യയുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയോട് വളരെ സ്നേഹത്തോടു കൂടി ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ കാണുന്ന ഇതൊന്നും അല്ല കേട്ടോ ജീവിതം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ 1 രൂപ അർഹതയില്ലാതെ പിടിച്ചു വാങ്ങിയാൽ അദ്ദേഹം നിങ്ങളോടൊപ്പം ജീവിക്കാൻ തയ്യാറാണെന്ന് എൻ്റെ മുമ്പിൽ ഇരുന്നിട്ടും അദ്ദേഹം പറയുന്നത്, ഞാൻ എന്ത് ചെയ്താലാണ് എനിക്കെൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും തിരിച്ചു കിട്ടുക, അത് പറഞ്ഞാൽ എൻ്റെ അടുത്തുള്ളതാണെങ്കിൽ ഞാൻ മുഴുവനും ഞാൻ കൊടുക്കാം, പക്ഷേ എനിക്കെൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും തിരിച്ചു കിട്ടണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്രയും സ്നേഹത്തോടു കൂടി നിൽക്കുന്ന ആ ഹസ്ബൻഡ്, ആ പെൺകുട്ടി തിരിച്ചു വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നിലവിലും കോടതിയിൽ കിടക്കുന്ന കേസ് പോലും പിൻവലിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അത് ചെയ്യാതെ വക്കീൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളിൽ കണ്ണ് നട്ട് അത് തട്ടിപ്പറിച്ചെടുക്കാനുള്ള ശ്രമമാണ് ആ പെൺകുട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പെൺകുട്ടി മുസ്ലിം ആണല്ലോ, 5 നേരം നമസ്കരിക്കുന്നുണ്ടല്ലോ, ഇസ്ലാമികപരമായി ഹറാമായ ഒരു മുതൽ അഥവാ നമുക്ക് അർഹതയില്ലാത്ത 1 രൂപ, മറ്റൊരാളുടെ പൊരുത്തമില്ലാത്ത 1 രൂപ നമ്മുടെ വയറ്റിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന 5 നേരത്തെ നമസ്കാരവും പട്ടിണി കിടന്നിടക്കുന്ന നോമ്പും ഹജ്ജും ഉംറയും എല്ലാ സംഗതികളും ബാത്തിലാണ്. അതൊന്നും തന്നെ അള്ളാഹു സ്വീകരിക്കില്ല. അത് നമ്മളിപ്പോൾ ഈ ഇഷ്യൂവിലല്ല, ഒരു ഇഷ്യൂവിലും ഇസ്ലാമിൻ്റെ നിയമപ്രകാരം ജീവിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് ആ പെൺകുട്ടിയോട് അത്തരത്തിൽ സംസാരിച്ചത്. മാത്രവുമല്ല, ആരാധനാകർമ്മങ്ങളും മതവും ഒക്കെ മാറ്റിവെക്കൂ. നമ്മുടെ ജീവിതത്തിൽ പ്രകൃതി ഉണ്ടല്ലോ, ഈ പ്രകൃതിക്ക് പ്രകൃതിയുടെ ഒരു സുന്നത്തുണ്ട്, അഥവാ പ്രകൃതിയുടെ ഒരു ഇടപെടലുകളുണ്ട്. നമുക്ക് അർഹതയില്ലാത്ത എന്തെങ്കിലും മറ്റൊരാളിൽ നിന്ന് അയാളെ ചതിച്ചോ വഞ്ചിച്ചോ തട്ടിപ്പറിച്ചോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രകൃതി ആ എടുത്ത സാധനം കൊണ്ട് നമ്മുടെ ജീവിതം തകർന്നു പോകുന്നൊരവസ്ഥയിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് ഈ ഇഷ്യൂകളെ എത്തിക്കും. നമ്മുടെ ജീവിതം ഇന്നും ഇന്നലെ നാളെയും മറ്റന്നാളും തീരൊന്നുമില്ലല്ലോ. കുറേ കാലഘട്ടം നമ്മുടെ മുമ്പിൽ കിടക്കുകയല്ലേ. ഈ ഹറാമ് ചെയ്തതിൻ്റെ പേരിൽ, ഈ ചതി ചെയ്തതിൻ്റെ പേരിൽ പ്രകൃതി തന്നെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു നാൾ വരും. അത് വരിക തന്നെ ചെയ്യും. അത് ഈ പ്രകൃതിയിലുള്ളൊരു നിയമമാണ്. വളരെ അപൂർവം മാത്രമാണ് അത്തരം കാര്യങ്ങൾ നാളെ പരലോകത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുള്ളൂ. സാധാരണഗതിയിൽ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ വലിയ പരീക്ഷണമായിട്ട് നമ്മൾ ചതിച്ചതുപോലെയുള്ള ഒരു ചതി നമ്മളെയും തേടി വരുന്ന ഒരവസ്ഥയുണ്ട്. നമ്മുടെ സ്വന്തം അഡ്രസ്സ് 2 അഡ്രസ്സിൻ്റെ അവിടെ നമ്മുടെ സ്വന്തം അഡ്രസ്സ് എഴുതിയിട്ട് നമ്മളൊരു കത്ത് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കത്ത് കൃത്യമായി എവിടെയാണ് വരിക? നമ്മൾ എഴുതിയ നമ്മുടെ തന്നെ അഡ്രസ്സില്ലേ, ആ അഡ്രസ്സിലേക്കല്ലേ വരിക? ഇതുപോലെയാണ് സ്വന്തം അഡ്രസ്സ് എഴുതി പോസ്റ്റ് ചെയ്യുന്ന കത്ത് പോലെയാണ് മറ്റൊരാളെ ചതിച്ച് വഞ്ചിച്ച് നമ്മളൊരു കാര്യം നേടിയെടുക്കുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന ശിക്ഷ അല്ലെങ്കിൽ പരീക്ഷണം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ഒരാളെയും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ചതിക്കാതിരിക്കുക പ്രിയപ്പെട്ടവരെ. നമ്മൾ 5 നേരം പോയി തലകുത്തി മറിയുന്ന, നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും ഹജ്ജ് ചെയ്യുകയും ചെയ്യുന്നതിലും ഒന്നും അല്ല കാര്യം. അതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. അതിനേക്കാൾ പ്രധാനം അതൊക്കെയും പടച്ച തമ്പുരാൻ സ്വീകരിക്കണമെങ്കിൽ ഇത്തരത്തിലെ വാല്യുബിൾ ആയിട്ടുള്ള ജീവിതത്തിലെ ഇത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധിക്കണം. ഈ സഹോദരൻ്റെ വിഷമം കേട്ടപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പറയാതെ വയ്യ. കുറേ കൊല്ലങ്ങളോളം കോടതി കയറി ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ജീവിതം നശിപ്പിച്ചത് കൊണ്ടോ, പെൺകുട്ടിയുടെ സ്വയം ജീവിതം നശിപ്പിച്ചത് കൊണ്ടോ, നിങ്ങൾ 2 പേർക്കും ജനിച്ച ആ കുഞ്ഞിനെ അനാഥനാക്കി വളർത്തിയത് കൊണ്ടോ,
അനാഥത്വത്തിൻ്റെ ആ ഒരു കൈപ്പേറിയ നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുട്ടി വളരുമ്പോൾ സ്കൂളിലൊക്കെ ചേർത്തൂലേ, ആ സ്കൂളിൽ ചേർത്തുന്ന സമയത്ത് അച്ഛനമ്മമാരെ പാരൻസ് മീറ്റിങ്ങിലൊക്കെ എല്ലാവരുടെയും അച്ഛനും അമ്മയൊക്കെ വരുമ്പോൾ എൻ്റെ വാപ്പ മാത്രം വരുന്നില്ല, ആ സംഭവം ഒന്നും ഉമ്മാൻ്റെ അടുത്ത് പെൺകുട്ടിയുടെ അടുത്ത് വന്ന് പറയില്ല കുഞ്ഞ്. പക്ഷേ ആ കുട്ടിയുടെ മനസ്സിൽ, ആ കുഞ്ഞിൻ്റെ മനസ്സിൽ അതൊക്കെ വലിയ നൊമ്പരമായി കിടക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളോട് ആ ഒരു ചതി ചെയ്യരുത്. എന്ന് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ മാന്യമായ രൂപത്തിൽ നമുക്ക് പിരിയാം. അല്ലാതെ അതൊരു വിധിയായിക്കൊണ്ട് നമുക്ക് വിധി എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കാനേ പറ്റുള്ളൂ. സമാധാനിക്കാനൊന്നും പറ്റില്ലെങ്കിലും അങ്ങനെ പറഞ്ഞ് അത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പറ്റുമെങ്കിലും, പക്ഷേ ഇത്തരത്തിൽ വെറുതെ കോടതി കയറി ഇത്തരത്തിലുള്ള ചതിയും വഞ്ചനയും ഒരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ദയവ് ചെയ്ത് അതൊക്കെ ഒഴിവാക്കുക. വക്കീലന്മാരെ സംബന്ധിച്ചിടത്തോളം, അതും മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. വക്കീലന്മാരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിയപ്പെട്ട വക്കീലന്മാർ, എനിക്ക് വക്കീലന്മാർ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇവരോടൊക്കെ ഞാൻ എപ്പോഴും കാണുമ്പോഴും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവരോട് ബന്ധപ്പെടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, മറ്റുള്ള വിഷയങ്ങൾ പോലെയല്ല, കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ക്ലയൻസ് വരുമ്പോൾ സത്യസന്ധമായിട്ട് നിങ്ങൾ ഇടപെടുക. നിങ്ങൾക്ക് ഒരു കക്ഷിനെ കിട്ടുകയാണ്, ഒരു ക്ലയൻറ്റിനെ കിട്ടാൻ, ശരി സമ്മതിച്ചു, അവർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫീസും തരുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ അണിഞ്ഞിരിക്കുന്ന കറുത്ത ഗൗണില്ലേ, ആ ഒരു ഡ്രസ്സില്ലേ, അതിടുമ്പോൾ നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കുന്നില്ലേ, ആ പ്രതിജ്ഞയോട് ഒരല്പം കൂറ് കാണിക്കണം. അത് ഞാൻ പലപ്പോഴും പല അഡ്വക്കേറ്റ് സുഹൃത്തുക്കളോട് ഞാൻ പറയാറുണ്ട്, കളവ് പറയരുത്. സത്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണോ അത് നിങ്ങൾ മേടിച്ചാൽ മതി. ഹക്കിന് വേണ്ടി നിലകൊള്ളൂ, സത്യം പറയൂ. നിങ്ങളും ഈ വാങ്ങുന്ന പൈസ ഉണ്ടല്ലോ, അത് ഹലാലാകണ്ടേ. അത് ആ ചെറുപ്പക്കാരൻ്റെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മനം നൊന്തുകൊണ്ട് തരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വക്കീലന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട ബഹുമാന്യരായ വക്കീലന്മാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉപകാരപ്പെടുമെന്ന് തോന്നണുണ്ടോ? തൽക്കാലം നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഷാർജ ഷെയ്ക്കും ഒരു ബിരിയാണിയും കുഴിമന്തിയൊക്കെ മേടിച്ച് കഴിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ആ കഴിച്ച കുഴിമന്തിയും ആ കഴിച്ച ഷാർജ ഷെയ്ക്കും ഇല്ലേ, അതായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ജീവൻ കവരാൻ കാരണമാകുന്നത്. കാരണം ഈ കഴിക്കുന്ന സാധനം അകത്ത് ചെന്നിട്ട് അവിടുന്ന് പ്രവർത്തിക്കണമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ പദപ്രയോഗങ്ങൾ തന്നെ ഉപയോഗിക്കണം എന്താണെന്നറിയോ? ഇത്തരത്തിൽ നിരപരാധികളായ പെൺകുട്ടികളായാലും ആൺകുട്ടികളും ആണെങ്കിലൊക്കെ ഇത്തരം ഇഷ്യൂകളിൽ വർഷങ്ങളോളം കോടതി കയറി ഇറങ്ങി ജീവിതം കൈവിട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളത് കൊണ്ട്, മുസ്ലിംസ് ആണെങ്കിൽ അത് ഹറാമാണല്ലോ എന്നുള്ളത് കൊണ്ടൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയാണ്. ഈ ഭൂമിയിൽ നമുക്ക് വളരെ കുറച്ച് ആയുസല്ലേ ഉള്ളൂ. ഇത്തരത്തിൽ കേസുമായിട്ട് നടക്കുന്ന സഹോദരന്മാർ, കപ്പിൾസിനോടൊക്കെ പറയാനുള്ളത്, വളരെ ചുരുങ്ങിയ ആയുസാണുള്ളത്. ഒരു പോയിന്റിൽ നമ്മൾ ജനിക്കുന്നു, മറ്റൊരു പോയിന്റിൽ നമ്മുടെ ജീവിതം അവസാനിക്കുകയാണ്. ഈ 2 പോയിന്റുകൾക്കിടയിലുള്ള ഒരല്പം ടൈം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളൂ. ഈ ടൈമിനുള്ളിൽ ഒരുപാട് ആളുകൾ വരും പോകും, ഒരുപാട് ആളുകളെ പരിചയപ്പെടും, ഒക്കെ നമ്മൾ ചെയ്യും. ആ നിസ്സാര ടൈമിനുള്ളിൽ ഒരു യാത്രക്കാരനെ പോലെ വന്ന നമ്മൾ എന്തിനാണ് ഈ പക, എന്തിനാണ് ഈ വിദ്വേഷം, എന്തിനാണ് ഈ ചതിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ അത് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ചതിക്കരുത്, ദയവ് ചെയ്ത് വഞ്ചിക്കരുത്, സത്യസന്ധമായിട്ട് ജീവിക്കൂ, നീതിയും ധർമ്മവും കാത്തു സൂക്ഷിച്ച് ജീവിക്കൂ. ജീവിതം കുട്ടിക്കളിയല്ല, ആരോടും പക തീർക്കാനുള്ളതല്ല ജീവിതം. നമ്മൾ പക തീർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെയും നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളത് സയൻസ് തെളിയിച്ച കാര്യമാണ്. നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പ്രിയപ്പെട്ടവരെ. നമ്മൾ മറ്റൊരാളോട് പക വെച്ചിട്ട് ഒരു രാത്രി കിടന്നുറങ്ങുമ്പോൾ, അതുകൊണ്ടാണ് പല മതഗ്രന്ഥങ്ങളിലുമൊക്കെ അങ്ങനെ ചെയ്യരുതെന്നും 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങിയിരിക്കരുതെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും നിസ്സാരവൽക്കരിച്ച് കളയരുത്. നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക, ജീവിക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക, മറ്റുള്ളവർക്കും നമ്മളാൽ ഹാപ്പിനെസ് ഉണ്ടാക്കി കൊടുക്കുക, അവരും അങ്ങനെ ജീവിക്കുക. നമ്മളുടെ ഏതെങ്കിലും പ്രവൃത്തികൾ കൊണ്ട് ആരെങ്കിലും കണ്ണീരിൽ കുതിർന്ന ജീവിതം നയിക്കുന്ന ഒരവസ്ഥ ഭൂമിയിലുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ നമുക്ക് എന്തുണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല. നമ്മളെ പ്രകൃതി അല്ലെങ്കിൽ ദൈവം ഒരു ദിവസം ഒരു പിടുത്തം പിടിക്കുക തന്നെ ചെയ്യും. അത് 100% ഉറപ്പാണ്. എനിക്ക് വ്യക്തിപരമായി ഞാൻ ഇടപെട്ട കേസുകളിലൊക്കെയുള്ള എൻ്റെ അനുഭവ പാഠങ്ങളിൽ നിന്നാണ് ഞാൻ ഇത്രയും ഗൗരവമേറിയ ഈ ഒരു കാര്യം നിങ്ങളോട് പങ്കുവച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സെപ്പറേറ്റഡ് ആയിട്ടുള്ള കപ്പിൾസും
അതുപോലെ തന്നെ പ്രിയപ്പെട്ട വക്കീലന്മാരും ജഡ്ജിമാരും ഒക്കെ ഈ ഒരു കാര്യം വളരെ ഗൗരവത്തോടുകൂടി കാണണം. ഇതിനെ നിസ്സാരവൽക്കരിച്ച് അവഗണിച്ച് തള്ളരുത്. ദയവ് ചെയ്ത് ഒരാളുടെയും ജീവിതം നിസ്സാരമല്ല, അങ്ങനെ തട്ടിക്കളയേണ്ട ഒരു കാര്യവുമല്ല. ഒരാളുടെയും ജീവിതം നമ്മളാൽ നശിപ്പിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. സന്തോഷത്തോടും പരസ്പരം സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി പരസ്പരം യോജിച്ച് ജീവിക്കുക. അതിന് കഴിയാത്ത സാഹചര്യത്തിൽ മാന്യമായി ഒരാളെയും വേദനിപ്പിക്കാതെ വേർപിരിയാനും തയ്യാറാകുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഇത് അവസാനിക്കുന്നതിന് മുമ്പ് പറയാനുള്ളത്. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി തിരിച്ചറിവോടുകൂടി മനസ്സിലാക്കാനും ജീവിതമെന്ന ദൈവം തമ്പുരാൻ നൽകിയ ഗിഫ്റ്റിൻ്റെ വാല്യൂ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും മേൽപ്പറഞ്ഞ ആ ചെറുപ്പക്കാരൻ്റെ വിഷയവും അതുപോലെ തന്നെ സമാനമായി അനുഭവിക്കുന്ന എനിക്കറിയാവുന്നതുമല്ലാത്തതുമായ ഇത്തരത്തിലുള്ള വേദനകൾ കടിച്ചമർത്തി ജീവിക്കുന്ന സകല സഹോദരി സഹോദരന്മാരുടെ വിഷയവും എത്രയും പെട്ടെന്ന് സോൾവ് ആകുന്ന ഒരവസ്ഥ അവർക്കൊക്കെ ദൈവം തമ്പുരാനും പ്രകൃതി നൽകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാ നന്മകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ ബായ്, താങ്ക് യു.